ഏറ്റവും കൂടുതൽ വർഗീയതയുള്ളത് പെന്തക്കോസുകാരുടെ ഇടയിലാണ്. ഏറ്റവും കൂടുതൽ ജാതി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഉത്തരം മുട്ടുമ്പോൾ പെന്തക്കോസുകാരുടെ ഏറ്റവും വലിയ പരിപാടിയാണ് ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കുത്തി കാണിക്കുക, പിന്നെ തിരിച്ചു ചോദിക്കുന്നവനെല്ലാം സാത്താനം. ഈ പറഞ്ഞ പോലെ പ്രവചനം എന്ന പേരിൽ നടക്കുന്ന കുറച്ച് വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ ഞാനതിനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരാണ്? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ ചോദിക്കുന്നത്, നീ ഒരു വിശ്വാസിയാണോ? നീ സ്നാനപ്പെട്ടതാണോ? നീ അഭിഷേകം പ്രാപിച്ചതാണോ? അങ്ങനെയല്ല, നമ്മുടെ തന്നെയാണോ? നമ്മുടെ കൂട്ടത്തിൽ തന്നെ കൊച്ചല്ലേ? പിന്നെന്തോ അപ്പത്തിന്റെ അംശികളാ ഒരു പായലിരുന്ന ദൈവത്തെ വിളിക്കുന്നേ. കല്യാണം വരുമ്പോ ഇതെല്ലാം അങ്ങ് മാറി, അപ്പത്തിന്റെ അംശയുമില്ല. പക്ഷെ ബൈബിളിൽ പറയുന്ന ഒരു കാര്യവും അനുസരിക്കാതെ മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ നടക്കുന്നവരായിട്ടാണ് എനിക്ക് പണ്ടും ഇപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ ഉത്തരവില്ലാതെ ബൈബിളിലെ കുറെ വാക്യം എടുത്തിട്ട് പറയുന്ന ഒരു ഡയലോഗ്, പിന്നെ പന്നിയുടെ മുമ്പിൽ മുത്തുവിടരുത്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഈ അടുത്തായി എന്നെ കോണ്ടാക്ട് ചെയ്ത ഇപ്പോഴും പെന്തക്കോസ്തുകാരിയായിട്ടുള്ളൊരു വ്യക്തിയുടെ ലൈഫ് എക്സ്പീരിയൻസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പം ഞാൻ ഏകദേശം ഒരു 25 ഇയറിന് മേളിലായിട്ട് ഒരു പെന്തക്കോസ്റ്റൽ ചർച്ചുമായിട്ട് ബേസ് ചെയ്ത് പോകുന്ന ഒരാളാണ്. ഒരു പെന്തക്കോസ്തുകാരിയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. അപ്പം ഇത്രയും വർഷമായിട്ട് പിന്നെ ഒരുപാട് പാസ്റ്റേഴ്സിനെ കാണുകയും ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും മരിക്കുന്നത് വരെ ആ ഒരു വിശ്വാസത്തിൽ തന്നെ തുടർന്നുകൊണ്ട് പോകണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനകത്ത് എനിക്ക് മാറ്റമൊന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്ന് ചിന്തിക്കാനുണ്ടായ കാര്യം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 2 മാസത്തിനോടടുത്തായി കാണും ഞാൻ വളരെ ആക്സിഡൻ്റലായിട്ടാണ് നിങ്ങളുടെ വീഡിയോസ് കാണാനിടയായത്. നമ്മുടെ ജോഫസിൻ്റെ വീഡിയോ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് അതുമായിട്ട് ബേസ് ചെയ്തിട്ട് കുറേ പിന്നെ വീഡിയോസ് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴാണ് ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടത്. അപ്പോൾ എനിക്ക് വളരെ എന്താ പറയുക, പെട്ടെന്നൊരു ഷോക്കാണ് ഉണ്ടായത്. കാരണം ഞാൻ എക്സ് ലവർ അല്ലെ എക്സ് മിലിറ്ററി എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എക്സ് പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന ആളുകളെ ഞാൻ കാണുന്ന ഫസ്റ്റ് ടൈമാണ്. അത് സത്വം പോലുള്ള മറ്റ് ഡോക്ടർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്ന ലൈവുകളൊക്കെ 1 മണിക്കൂറൊക്കെ ഞാൻ കൂടുതലും രാവിലെ സമയത്തോ എന്തെങ്കിലും ജോലി അടുക്കളയിൽ ചെയ്തുകൊണ്ട് ഈ സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ ഈ സംസാരിക്കുന്ന കേട്ടുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോസ് കണ്ടുകൊണ്ടാണ് എൻ്റെ ജോലിയൊക്കെ ചെയ്യാറുള്ളത്. അപ്പം കാര്യത്തിലേക്ക് വരാം. ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 വീക്സ് മുമ്പ് 2-3 വീക്സിന് മുമ്പ് ഒരു ദിവസം നമ്മുടെ ചർച്ചിൽ ഒരു മീറ്റിംഗ് വന്നു. അപ്പം മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അപ്പം ഞങ്ങളുടെ ഫാമിലിയുടെ പ്രഷർ വെച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാരെ അപ്പം ഞങ്ങൾ അവിടെ പിന്നെ എന്താ പറയുക മീറ്റിങ്ങിന് കൂടി. അപ്പോൾ ആ സമയത്ത് ആ മീറ്റിങ്ങിൽ ഒരു സൺഡേ വർഷിപ്പായിരുന്നു. ആ സമയത്ത് നമ്മുടെ ചർച്ചിൽ ഞാൻ പൊതുവെ പറയാറുള്ളത് ഒരു ജഗനും ജഗി എന്ന് വെച്ചാൽ ഒരു പ്രവാചകനും പ്രവാചകി. അപ്പോൾ ഷോർട്ടിൽ നമ്മൾ പറയാറുള്ളത് ജഗൻ ജഗി. അപ്പോൾ ഇവർ രണ്ടുപേരുണ്ടായിരുന്നു. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നുമല്ല. അപ്പം അവർ അറിയാലോ, ഒരു TPN പെന്തക്കോസ്തുകാരൻ എന്ന നിലയിൽ അറിയാലോ അവരുടെ ടിപ്പിക്കലായിട്ടുള്ള അവരുടെ കുറേ എന്താ പറയുക അവരുടെ കുറേ പെർഫോമൻസുകളുണ്ടല്ലോ. ആ സമയത്ത് ഇവർ പിന്നെ അവിടെ മീറ്റിങ്ങിന് വന്നു. ഓക്കെ, നമ്മളും ഇവിടുന്ന് നമ്മൾ അവിടെ ചിലപ്പോൾ നല്ല ദൂരമുണ്ട്. രാവിലെ നമ്മൾ പോയേ. എൻ്റെ വീട്ടിൽ ഇവിടെ ഉള്ളത് ഞാൻ ഹസ്ബൻഡ് മോനുമാണ്. ഹസ്ബൻഡ് ഒരു പെന്തക്കോസ്റ്റൽ നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള കേരളത്തിലൊരു ചർച്ചിൽ പെന്തക്കോസ്തുകാരനായിട്ട് ജനിച്ചു വളർന്ന ഒരാളാണ്. ഞാൻ അതിൽ ജനിച്ചു വളർന്ന ഒരാളല്ല. ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് എൻ്റെ അമ്മ ആണ് ഫസ്റ്റ് ടൈം വിശ്വാസത്തിലേക്ക് പോകുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചിലെ മെമ്പറാണ് എൻ്റെ അമ്മയും. അതിനുശേഷമാണ് അമ്മ എന്നെ പള്ളിയിൽ കൊണ്ടുവന്നു. അങ്ങനെ ഏകദേശം ഒരു 6 വയസ്സുള്ളപ്പം ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ആ ഒരു മാർഗത്തിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഞാൻ ഇപ്പം എന്താ പറയുക, ഞാൻ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ ഈ പെന്തക്കോസ്തുകാരിയായിട്ട് നിലനിന്നുകൊണ്ട് തന്നെ അതിനകത്തെ കാര്യങ്ങൾ വെച്ച് സംസാരിക്കാൻ കാരണം പണ്ട് മുതലേ ഞാൻ ഈ ഒരു ചർച്ചിൽ നിൽക്കുന്ന സമയത്തും ഇപ്പോഴും ഞാൻ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യും. അന്നും അതെ, ഇന്നും അതെ, നാളെ അതെ. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പെന്തക്കോസ്റ്റൽ ആൾക്കാരുടെ വചനം അല്ലെങ്കിൽ ബൈബിൾ ആണല്ലോ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. അവരുടെ ഭരണഘടന എന്ന് പറയുന്നത് ബൈബിളാണ്. പക്ഷെ ബൈബിളിൽ പറയുന്ന ഒരു കാര്യവും അനുസരിക്കാതെ മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ നടക്കുന്നവരായിട്ടാണ് എനിക്ക് പണ്ടും ഇപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിൽ മുഴുവൻ ആളുകളെ ഞാൻ പറയുന്നില്ല, ഒരു 90% ആളുകളും അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇപ്പം ഈ സോഷ്യൽ മീഡിയ 25 വർഷത്തിലധികമായി ഞാൻ വിശ്വാസത്തിൽ വന്നിട്ടെന്ന് ഞാൻ പറയുമ്പം ആ ഒരു കാലഘട്ടത്തിലത്തെ സോഷ്യൽ മീഡിയയിൽ അതിപ്രസരം ഇല്ലെങ്കിൽ ഇപ്പം അതിന് അതിപ്രസരം ഉണ്ടല്ലോ. പക്ഷെ ആ കാലഘട്ടത്തിൽ തുടങ്ങി ഇവരിങ്ങനെയാണ്. ഇത് പുതുതായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ പറയാൻ വന്നത്, അപ്പം ഇവർ ഈ പ്രവാചകനും പ്രവാചകിയും അവിടെ ഹാജരായി. അപ്പം ഞങ്ങൾ ഇരുന്ന സമയത്ത് അവർ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അറിയാലോ, ടിപ്പിക്കലി ആരാധനയുടെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ആ സമയത്ത് പുള്ളിക്കാരത്തി എനിക്ക് ഓൾറെഡി ഭയങ്കര ഫീവറായിട്ടാണ് ഞാൻ പോയി നിൽക്കുന്നത്.
പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ദേഹത്ത് വേദനയുണ്ടോ, അവിടെ വേദനയുണ്ടോ, ഇവിടെ വേദനയുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരത്തി എന്നോടൊന്നും പറഞ്ഞില്ല. പുള്ളിക്കാരത്തി ദൂതൊന്നും പറഞ്ഞില്ല, മറ്റുള്ളവർക്ക് ദൂതും ആലോചനയൊക്കെ കൊടുത്തു. ലാസ്റ്റ് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമായിട്ടുണ്ടല്ലോ, പ്രവാചകനും പ്രവാചകിയും മാക്സിമം യൂസ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ നമ്മുടെ ഇടയിൽ. അപ്പം ആ ഒരു ടൈം വന്നു, എന്നെ വിളിച്ച് നിർത്തി പ്രാർത്ഥിക്കാനായിട്ട് നിർത്തിയ സമയത്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാരക്ടർ അസാസിനേഷൻ എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ മനസ്സാവാതെ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു വെച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞങ്ങൾ രണ്ടുപേരെ അപ്പോൾ അവിടെ എൻ്റെ ഫാദറിലോ ഉണ്ട്, മദറിലോ ഉണ്ട്, അവിടുത്തെ പാസ്റ്റർ ഉണ്ട്, വൈഫുണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ പറയാണ് നിങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്, അത് മാത്രമല്ല ഇവിടെ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട്, അതിവിടെ വെച്ച് പറയാൻ പറ്റത്തില്ല. ബ്രദർ എന്ന് ഓർത്തോണം, നമ്മളൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് സാമാന്യബോധം എന്ന് പറയുന്ന സാധനം ഇല്ലേ? ഇവർക്ക് എന്നാൽ പിന്നെ പറഞ്ഞാൽ പോരെ, അല്ലെ ബ്രദറെ അല്ലെ സിസ്റ്ററെ, നിങ്ങൾക്ക് പിന്നെ നമ്മൾ ഈ വിഷയം സംസാരിക്കാം, പേഴ്സണലായിട്ട് മാറ്റി നിർത്തി പറയാം. ഇവർ പബ്ലിക്കലി ഒന്ന് പറയണം. അപ്പം വചനത്തിലൊരു എനിക്ക് തോന്നുന്നു പഴയ നിയമത്തിലൊരു വാക്യമുണ്ട്, തുറന്ന സ്നേഹത്തിലും അടഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസ്ത്രം നല്ലത്, അങ്ങനെ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വാക്യം ഉണ്ടല്ലോ, തുറന്ന സ്നേഹത്തിലും ശാസനയാണ് നല്ലത് എന്നുള്ളതിനേക്കാ ആ ഒരു ഭാഗം എടുത്തു പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തേ. അപ്പം ഞാൻ വിചാരിച്ചു, ഇങ്ങനെയാണോടാ ഒരാൾ മെസ്സേജ് ചെയ്യുന്നത്? അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയാലോ ബ്രദറെ, ഞാൻ കുറേ വർഷങ്ങളായിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള കേരളത്തിലുള്ള വളരെ വലിയ ദേവദാസന്മാർ, എനിക്ക് തോന്നുന്നു എൻ്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാനോച്ചനെ പോലെയുള്ള വലിയ ദേവദാസന്മാരുടെ മെസ്സേജുകൾ കേൾക്കുകയും കാണുകയും കേൾക്കുക, ഇതിലും വലിയ എന്താ പറയുക, ബാംഗ്ലൂരിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ നമ്മുടെ ഉന്തലും തള്ളലും ഊതലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നമ്മൾ കണ്ടു തുടങ്ങിയതാണിത്. അപ്പം അതിനിടയ്ക്ക് കേട്ടോണം, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചു, പുതിയ വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഉണ്ട്. അപ്പോൾ ശരി, ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും പേഴ്സണലായിട്ട് അവരെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ അവിടുന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്നു. ഞങ്ങൾക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ ഒരു കാര്യമാണിത്. അപ്പം നമ്മൾ തിരിച്ചു വരുന്ന വഴിയിലൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. വൈകിട്ട് അദ്ദേഹത്തെ ഫോൺ ചെയ്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വൈകിട്ട് പ്രവാചകനെ ഫോൺ ചെയ്തു. അപ്പോൾ ജഗനെ ഫോൺ ചെയ്ത സമയത്ത് ജഗൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇതിപ്പം നിങ്ങൾ നാളെ പബ്ലിഷ് ചെയ്യോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആൾക്കാർ പറയായിരിക്കും ഞാൻ ഇങ്ങനെ കളിയാക്കി സംസാരിച്ചു എന്ന്, ചിലപ്പോൾ പൊങ്കാല ഇടുമായിരിക്കും. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് വൈകിട്ട് സംസാരിച്ചിട്ട് പുള്ളി ചോദിച്ചു, അവിടെ വെച്ച് ചോദിച്ചിരുന്നില്ല വണ്ടി മാറാൻ താല്പര്യമുണ്ടെന്ന്. അപ്പോൾ ഈ പുള്ളി ഞങ്ങൾ പോയത് ഞങ്ങളുടെ സ്വന്തം വണ്ടിയിലായിരുന്നു. ഫ്രണ്ടിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ കുറച്ച് പാട്ടും കാര്യങ്ങളും കുറച്ച് ഇടിപ്പാട്ട് കേൾക്കണം, പിള്ളേർ സെറ്റ് അവർക്ക് പോകാൻ വേണ്ടി നമ്മുടെ വണ്ടി കൊടുത്തിട്ട് നമ്മൾ അവരുടെ പുതിയ വണ്ടിയും കൊണ്ടാണ് പോയത്. അപ്പം അവിടെ ചെന്നപ്പം പുള്ളി മേളിൽ റോഡിൽ ചെന്ന സമയത്ത് ഈ പുള്ളി ഈ വണ്ടി കണ്ടായിരുന്നു. വൈകിട്ട് അത് കഴിഞ്ഞിട്ട് ഇയാളെ വിളിച്ച് സംസാരിച്ചു. ഇയാൾ പറയണം, ഇനിയിപ്പോൾ പുതിയ വണ്ടി മാറേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പുതിയ വണ്ടി ഓൾറെഡി. നിങ്ങൾ ഓർത്തോണം, ഈ ഉള്ളിലിരിക്കുന്ന കഴിഞ്ഞ ദിവസം ആശാരിപദേശിയുടെ മകൻ പറഞ്ഞതുപോലെ എന്ത് വിഡ്ഢിത്തരം വിളിച്ച് പറയാന്നുള്ളതാണ്. വിഡ്ഢിത്തരം എന്ന് വെച്ചാൽ ആള് പറയണ അത് നമ്മുടെ സ്വന്തം വണ്ടിയാന്ന് പോലും ഇവൻ അറിയത്തില്ല, ആണോ അല്ലയോ എന്ന് പോലും അറിയത്തില്ല. നമ്മൾ വണ്ടി മാറാൻ എല്ലാവർക്കും ഉണ്ടാവില്ല ബ്രദറെ ആഗ്രഹങ്ങൾ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നല്ല രീതിയിൽ പഴയ ദേവദാസന്മാരൊക്കെ ദൂതും ആലോചനകളും പറയുന്നവരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, മനസ്സിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വരുന്നത് മൊത്തം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് മൈൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് 2 മണിക്കൂർ അവിടെ നിന്ന് പെർഫോമൻസ് കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ 10,000-3000 രൂപ കയ്യിൽ വാങ്ങിച്ചിട്ട് പോയി. അപ്പം എൻ്റെ ഹസ്ബൻഡ് വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന ആളാണെങ്കിലും ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ എൻ്റെ ID നോക്കുമ്പോൾ കണ്ടു കാണും, ഞാൻ ഓർണമെന്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കല്യാണത്തിന് മുന്നേ വരെ ഞാൻ 6 വയസ്സിൽ ഓർണമെന്റ്സ് ഊരി നടന്ന ഭയങ്കര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിശ്വാസത്തിൽ മുന്നിട്ട്. ഇപ്പം 9 മണിക്ക് സൺഡേ സ്കൂളിൽ ചെല്ലണമെന്ന് പറഞ്ഞാൽ 8:55 പള്ളിയിൽ ഹാജരാകുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞതിന് ശേഷം, എൻ്റെ കല്യാണത്തിന് ശേഷം ഇദ്ദേഹം എൻ്റെ ഹസ്ബൻഡാണ് എന്നെ കൊണ്ട് ഈ ഓർണമെന്റ്സ് ഇടിപ്പിക്കുന്നത്. അപ്പോൾ ബൈബിള് വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എവിടെയും പറഞ്ഞിട്ടില്ല ആഭരണം യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞിടയ്ക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ദേവദാസൻ, പണ്ട് TV കാണുന്നതിനെ പോലും വിലക്കിയിരുന്ന ഒരു ദേവദാസനാണ് കഴിഞ്ഞിടയ്ക്ക് ഓർണമെന്റ്സിനെ പറ്റി സംസാരിച്ചത്. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇറ്റ്സ് ഓക്കെ. അരുണിനെ പോലുള്ളവർ അല്ലെ എൻ്റെ ഹസ്ബൻഡിനെ പോലെ തിരിച്ച് സംസാരിക്കുന്നവർ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവില്ലെങ്കിൽ ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കുത്തി കാണിക്കുക എന്ന് പറയുന്ന ഒരു ചൊല്ല് പറയുന്നത് പോലെ, ഉത്തരം അറിയത്തില്ലെങ്കിൽ എടുത്ത വായ പറയുന്ന ഒരു ഡയലോഗാണ് സാത്താൻ.
എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങളല്ല സംസാരിക്കുന്നത്, സാത്താനാ. ഞാൻ ചോദിക്കട്ടെ, ബൈബിളിനെ കുറിച്ചിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇപ്പം പല വീഡിയോസിൽ നിങ്ങൾ മറ്റ് ആൾക്കാരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഇതിനെ റിയാക്ട് ചെയ്യുന്ന കുറേ പാസ്റ്റേഴ്സ്, പ്രമുഖരായ പാസ്റ്റേഴ്സും അങ്ങനെയുള്ളവരും ഒക്കെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവര് ഈ ചോദ്യത്തിന് ഉത്തരവല്ല ഇവർ കൊടുക്കുന്നേ. ഉത്തരം കൊടുക്കുന്നതിന് പകരം വേറെ കുറേ കാര്യങ്ങൾ സംസാരിച്ച്, വേറെ കുറേ കേസുകെട്ടുകൾ സംസാരിച്ച്, സാത്താന, പിശാച, അങ്ങനെ. ഞാൻ ചോദിക്കട്ടെ, ഈ ബൈബിളിനകത്തില്ലാത്ത കാര്യങ്ങളില്ല എന്ന് സംസാരിക്കുന്ന ദേവദാസന്മാർക്ക് ഇതിനകത്തുനിന്ന് ഉത്തരം പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു ചോദ്യം ചോദിച്ചു, പിന്നെ ഇങ്ങനെയാണ് ചോദിച്ചത്, നമ്മളോട് ആ സംസാരിച്ച് ആ ദൂത് പറഞ്ഞ സമയത്ത് നമ്മൾ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ നമ്മോട് സംസാരിക്കുന്നത്, അത്രയും പേഴ്സണലി സംസാരിച്ചാൽ പോരായിരുന്നു, അതൊരു പരിജ്ഞാനമില്ലായ്മയല്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പറഞ്ഞത് സാത്താനാണ്. നമ്മൾ ചോദിച്ച ആളാരായി? സാത്താനെ. ഇങ്ങനെ ഒരു ഉത്തരം മുട്ടുമ്പോൾ പെന്തക്കോസുകാരുടെ ഏറ്റവും വലിയ പരിപാടിയാണ് ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കുത്തി കാണിക്കുക, പിന്നെ തിരിച്ചു ചോദിക്കുന്നവനെല്ലാം സാത്താനാണ്. ഈ സാത്താൻ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. പണ്ട് കേട്ടൊരു കഥയാണ്. ആ കഥയ്ക്കകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഒരു കിണറിൻ്റെ ചോട്ടിൽ, കിണറിൻ്റെ ഈ നമ്മൾ വക്ക് കിട്ടുമല്ലോ, നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാന്ന് അറിയത്തില്ല, ഈ വക്ക് കിട്ടുന്നതിന് മണ്ടേ കിടന്ന് ഒരുത്തൻ ഉറങ്ങുമോ. അപ്പോൾ ആ സ്ഥലത്തൂടെ പിശാചി നടന്നു വന്നു നോക്കിയപ്പം, എടാ ഇവൻ ഈ വക്കെ കിടന്നങ്ങ് ഉറങ്ങുക. ഇപ്പോൾ ഓർത്തോണം, ഏതെങ്കിലും ഒരു സൈഡിലോട്ടല്ല മറ്റേ സൈഡിലോട്ട് തിരിഞ്ഞ് ഇവൻ കിണറ്റിനകത്ത് വീഴും. അപ്പോൾ സാത്താൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇവനെ വിളിച്ച് തട്ടി എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞെടാ, നീ ഇവിടെ കിടന്ന് താഴോട്ട് വീഴ, ചുമ്മാ പോയേ എൻ്റെ മണ്ടയ്ക്ക് ഇരിക്കും, സാത്താൻ തള്ളിയിട്ടതെന്ന് പറയും. സത്യത്തിൽ അവൻ അവിടെ പോയി കിടക്കാവോ എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ പെന്തക്കോസുകാരുടെ പരിപാടി എന്ന് പറയുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുന്ന മുഴുവൻ തോന്നിവാസങ്ങളും എന്ത് ചെയ്യും? സാത്താനെ മണ്ടയ്ക്കൂടെ എടുത്തു വെക്കും. ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, ബൈബിൾ അനുശാസിക്കുന്നത്, ബൈബിളിൽ പറയുന്ന കുറേ കാര്യങ്ങൾ, ദേവദാസന്മാർ എങ്ങനെ ആയിരിക്കണം, വിശ്വാസികൾ എങ്ങനെ ആയിരിക്കണം, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അതനുസരിച്ച് ജീവിക്കത്തുമില്ല. എന്നിട്ട് എന്ത് പറയും? മറ്റുള്ളവരെ ഉപദേശിക്കുകയും മറ്റുള്ളവരെ ഇത് ചെയ്യുകയും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ താമസിക്കുന്ന നാട്ടിൽ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം മാതിരിയാണ് ആൾക്കാർക്ക്. പുച്ഛം മാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ആണല്ലോ. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ പറഞ്ഞ പ്രവാചകന്മാരും പ്രവാചകിമാരും ഇവനെ ഒക്കെ സഭയ്ക്കകത്ത് കയറ്റി പറയിപ്പിക്കുകയും ചുമ്മാ മഹാകള്ളത്തരമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിത് വിറ്റ്നസ് ചെയ്ത്, ഇതിപ്പോഴും അല്ല കേട്ടോ, പണ്ട് മുതലേ ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ. അന്ന് നമുക്ക് പറയാൻ ഓപ്ഷൻസ് ഇല്ല, പള്ളിക്കകത്ത് മാത്രം നിന്ന് പറയാല്ലേ, നമുക്ക് അറിയാവുന്നവരോട് പറയാം, നമ്മളെന്തൊരു മീറ്റിംഗ് വരുമ്പോൾ പറയാന്നല്ലാതെ നമുക്ക് ഇത്രയും ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ഇന്ന് അങ്ങനെയല്ല. നിങ്ങളെപ്പോലുള്ള ആൾക്കാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഒതുങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒതുങ്ങുമെന്നൊന്നും വലിയ ഇതൊന്നുമില്ല, കാരണം കുറച്ചുകൂടെ ഓർത്തഡോക്സ് പെന്തക്കോസുകാരാണ്, അനങ്ങത്തില്ല. ഞാൻ പറയുന്നടാ, വിശ്വാസവും പ്രത്യാശയും ഒന്നും നീ വേണ്ടാന്ന് വെക്കണ്ട, ആരും വേണ്ടാന്ന്. നീ ഏത് മാർഗത്തിലൂടെയാണോ പോകുന്നത് ആ മാർഗത്തിൽ കൂടെ പൊക്കോ. പക്ഷെ നീ പറയുന്ന ബൈബിൾ അനുസരിച്ച് എന്താ നീ ജീവിക്കാതെ? ബൈബിളിലെ കാര്യം അനുസരിച്ച് ജീവിക്കത്തില്ല. മറ്റുള്ളവരെ വന്നിട്ട് അത് പറഞ്ഞു ഇത് പറഞ്ഞു പ്രലോഭിപ്പിച്ച്, കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വർഗീയതയുള്ളത് പെന്തക്കോസുകാരുടെ ഇടയിലാണ്. ഏറ്റവും കൂടുതൽ ജാതി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ ബ്രദറെ ഒരു കാര്യം, എനിക്ക് വളരെ വിഷമം തോന്നിയ കുറെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ജാതി സ്പിരിറ്റിന്റെ മറ്റൊരു വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എന്താ പറയാ, കല്യാണം ആലോചിക്കും. ഇവരൊക്കെ വലിയ ഒരപ്പത്തിന്റെ അംശികളാന്നാ പറയുന്നത് അല്ലേ? നമ്മൾ കർത്തൃമേശ നടത്തുമ്പം ഒരപ്പത്തിന്റെ അംശികൾ, ഞാൻ സമ്മതിക്കുന്നു, ഒരപ്പത്തിന്റെ അംശികൾ കാണിക്കുന്ന പരിപാടി. എന്നാൽ പെന്തക്കോസ്തുകാരൻ എന്ന IPCയിലെ ചർച്ച്, അല്ല സോറി, ഏത് ചർച്ചിലും ആയിക്കോട്ടെ, ഇപ്പം IPCയോ അസംബ്ലീസ് ഓഫ് ഗോഡോ എന്തെങ്കിലും ചർച്ച സിസ്റ്റം പോലെ ഉണ്ടല്ലോ. ഇപ്പം സ്വതന്ത്ര ചർച്ചകളും അവിടെ ഇവിടെ എല്ലാം മുളച്ചു കുറയണം ഉണ്ടല്ലോ. ചർച്ചസിലെ ഇപ്പം ഇന്ന ചർച്ചിലെ ആണോ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, നീ ഒരു വിശ്വാസിയാണോ, നീ സ്നാനപ്പെട്ടതാണോ, നീ അഭിഷേകം പ്രാപിച്ചതാണോ? അങ്ങനെയല്ല, നമ്മുടെ തന്നെയാണോ? നമ്മുടെ കൂട്ടത്തിൽ തന്നെ കൊച്ചല്ലേ? പിന്നെ എന്തോ അപ്പത്തിന്റെ അംശികളാ, ഒരു പായലിരുന്ന ദൈവത്തെ വിളിക്കുന്നേ. കല്യാണം വരുമ്പോ ഇതെല്ലാം അങ്ങ് മാറി, അപ്പത്തിന്റെ അംശയുമില്ല, ഒരംശികളും ഇല്ല. ഇതുപോലെ വർഗീയതയും ജാതി സ്പിരിറ്റും കൊണ്ടു നടക്കുന്ന, എനിക്കിത്രേ ഉള്ളൂ. ഞാൻ ഇതിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഞാനും ദൈവത്തിൽ വിശ്വസിക്കുകയും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഇത് കാണുമ്പം, ഈ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും കാണുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇവര് സ്വർഗത്തിൽ പോയിട്ട് ഇവരെങ്ങും പോകത്തില്ല, ഇവിടെ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. ഈ പറയുന്ന മാതിരി ഈ അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന ഇവിടെ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. ഈ പറയുന്ന ഒരൊറ്റ ഒരുത്തനും ബൈബിളിൽ തന്നെ വായിക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ, 2 പേര് കിടന്നുറങ്ങുന്നിടത്തുനിന്ന് ഒരാളെ പോലും ആരും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി, അതായത് ഉപദേശം ഒരു വഴിക്ക്, ജീവിതം ഒരു വഴിക്ക്, പറയുന്നത് വേറൊരു വഴി. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ളവർ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ കുറേ പേരിൽ നിന്ന് റിയാക്ട് ചെയ്യുന്നു.
കുറേ പേരിരുന്ന് ഇങ്ങനെ അവരങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, മറ്റേത് പറഞ്ഞു. ഇവിടെ കറക്റ്റായിട്ട് ഒരു ഉത്തരം നിനക്ക് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നീ പിന്നെ എന്തിനാ സംസാരിക്കാനിരിക്കുന്നത്? നീ എല്ലാം കൂടെ കൊണ്ട് തന്നെ സാത്താൻ്റെ മണ്ടയ്ക്ക് വെക്കുന്നേ. ബൈബിള് കറക്റ്റായിട്ട് ഒരുപാട് റെവറൻറ്റും ഡോക്ടറും റവയും ഉപ്പുമാവും ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. BTH MDവും അതിനപ്പുറത്തിരിക്കുന്ന ഓരോന്നിനും പഠിച്ചു വെച്ചിരിക്കുന്നതും ഇഷ്ടംപോലെ ബൈബിൾ സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയുള്ള ആൾക്കാർക്ക് അറിയത്തില്ല ഇത്രയും ബൈബിളിനെ കുറിച്ച് ചരിത്രം പഠിച്ചിട്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റാതെ സാത്താൻ്റെ മണ്ടയ്ക്ക് വെക്കേണ്ട ആവശ്യം എന്തുവാ? ഇന്ന് കാണിക്കുന്ന പലതിനും സാത്താനല്ല, ഇവനൊക്കെ തന്നെയാണ് കാരണം. തന്നെത്താൻ കാണിക്കുന്ന ഓരോ പരിപാടികളാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. ഞാനിപ്പോൾ ഇത് സംസാരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലുണ്ടായ കുറേ കാലമായിട്ട് കുറേ പ്രവാചകന്മാർ കള്ളപ്രവചനം പറയുന്ന പെണ്ണുങ്ങളും കുറേ എണ്ണം ഇറങ്ങിയേക്കുക. എൻ്റെ ഹസ്ബൻഡ് പറയുന്ന മാതിരി ബിസിനസ് ഏറ്റവും നല്ല മാർഗം ഇതാണല്ലോ. ദൈവത്തെ ഓർത്ത് ഇതൊക്കെ കേൾക്കുന്ന ആരെങ്കിലും റിയാക്ട് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ, ഫേമസ് ആയിട്ടുള്ളവരോ അല്ലാത്തവരോ ആരും ആയിക്കോട്ടെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കൃത്യമായിട്ട് ഇപ്പം എൻ്റെ മകൻ നാളെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് ബൈബിള് വായിച്ചിട്ട് എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റണം. അപ്പം നിങ്ങളെപ്പോലുള്ള ആളുകൾ, ഇത്രയും വലിയ ദേവദാസന്മാരും ഇത്രയും പഠിക്കുന്ന ആൾക്കാരല്ലേ, നിങ്ങൾക്കിപ്പോൾ ഇവരൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം കൊടുക്കണം. അല്ലാതെ അവരെ ഇരുത്തിയിട്ട് യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് എന്ന് പറയുന്ന വചനം ശലോമോൻ്റെ പുസ്തകത്തിൽ ശലോമോൻ എഴുതിയിരിക്കുന്ന ജ്ഞാനത്തെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ ഉത്തരവില്ലാതെ ബൈബിളിലെ കുറെ വാക്യം എടുത്തിട്ട് പറയുന്ന ഒരു ഡയലോഗ്, പിന്നെ പന്നിയുടെ മുമ്പിൽ മുത്തു വിടരുത്, അതുപോലെ തന്നെ അല്ലാതെ പറയുന്ന പോലെ വെട്ടാൻ വരുന്ന പോത്തിന് വെട്ടാൻ നിൽക്കുന്ന പോത്തിനോട് വേദവാക്യം എഴുതിയിട്ട് കാര്യമില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ജനറേഷൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ വിരൽത്തുമ്പിലാണ് ലോകം. അപ്പൊ അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അത് തീർത്തു കൊടുക്കുക എന്ന് പറയുന്നത്, അത് അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അവനവന്റെ വിശ്വാസത്തെ ബേസ് ചെയ്തോ മതത്തെ ബേസ് ചെയ്തോ ആണെങ്കിൽ, പെന്തക്കോസ്തുകാരാണെങ്കിൽ പെന്തക്കോസ്തുകാർക്ക് ബൈബിളാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ബൈബിളിൽ നിന്ന് ഉത്തരം കൊടുക്കാൻ പറ്റണം. അല്ലാതെ എല്ലാ കാര്യവും സാത്താന്റെ മണ്ടക്കോട്ട് എടുത്ത് വെച്ചിട്ട് ഇമാതിരി തോന്നിവാസം കാണിച്ച് നടന്നാല് കുറച്ചും കൂടി ചെല്ലുമ്പം ഈ പെന്തക്കോസ്റ്റൊന്നും കാണൂല. അത് നിങ്ങൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമായിട്ട് മാറത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവരെ പോലുള്ള ഈ ബ്രദറിനെ പോലുള്ള ആളുകൾ മുളച്ചു വരുന്നതിന്റെ കാര്യത. കാരണം അത് അവർക്ക് ഉത്തരവില്ല. അവർ നോക്കുമ്പോൾ ഒന്നിനും ഒരു ആൻസർ ഇല്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഈ ഒരു സംഭവം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഓർത്തോക്കിയോ, ഓർണമെന്റ്സ്. അപ്പോൾ ഓർണമെന്റ്സ് ഇടണ്ട. ഇവർക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. ബൈബിളിൽ ഒരിടത്ത് പോലും പറയുന്നില്ല അങ്ങനെ ഒരു കാര്യം. എത്രയോ ആളുകളാണെന്നറിയാവോ ഇതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നത്. പല പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിൽ ചെല്ലുമ്പോൾ, പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, ഞാൻ തന്നെ എൻ്റെ അനുഭവം ഞാൻ പറയാം. എനിക്കാണെങ്കിൽ ഞാൻ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് ഒരുവിധം ഒരു ക്ലാസ് വരെ, പിന്നെ നമ്മൾ ആ വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മളിതൊന്നും എന്തു ചെയ്യും അന്ന് പറയൂല, ചപ്പന്ന് ചവറന്ന് എണ്ണണം, കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഓർത്തിട്ട് നമ്മളിതൊന്നും. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ട് ഈ ഓർണമെന്റ്സ് ഇരിപ്പിക്കുന്ന സമയത്ത് ഞാൻ ബൈബിളൊക്കെ ഇങ്ങനെ വായിച്ചു, കുറേ പാസ്റ്റേഴ്സുമായിട്ട് സംസാരിച്ചു. അപ്പം കുറേ ആളുകൾ ഇപ്പോൾ ഓർണമെന്റ്സ് പൊതുവെ ഇട്ട് തുടങ്ങിയല്ലോ. അപ്പം കുറേ കാര്യങ്ങൾ സംസാരിച്ച് എൻ്റെ മനസ്സിനെ എല്ലാം ഇങ്ങനെ പാകപ്പെടുത്തി കഴിഞ്ഞ് ഞാനിതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നീ പറയുന്നു ഓർണമെന്റ്സ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തിലെ ആ ഒരു വീതികളെ പറ്റിയും അവിടുത്തെ പണികളെ പറ്റിയും എന്തുകൊണ്ടാണ് പണിതിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പോകുന്ന ഈ ആവരണം ഇടുകയില്ല എന്ന് വാദിക്കുന്ന ആൾക്കാർ അവിടെ ചെന്ന് എങ്ങനെ കയറി പറ്റും? കാരണം അവിടെ മൊത്തം സ്വർണ്ണം അല്ലല്ലോ, രത്നങ്ങളാണല്ലോ. അങ്ങനെ ആയിരിക്കുമല്ലോ ചിന്തിക്കുന്നത്. അത് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നീ കമ്മലൊരു മാല ഇടുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചപ്പോഴും നീ പ്രാർത്ഥിച്ച ദൈവം കേട്ടു, അത് കഴിഞ്ഞും കേട്ടു, പിന്നെ എന്താണ് പ്രശ്നം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറ്റിച്ച്, ഇപ്പം എന്താ പറയുക, വിശ്വാസം ഉള്ളവരെ കൂടെ വിശ്വാസം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള മെസ്സേജസും കാര്യങ്ങളും ഒക്കെയാണ്. ഈ 10 പോലെ എഴുന്നേറ്റ് ഒരിടത്ത് മെസ്സേജ് എന്ന് പറയുമ്പോൾ ഇവർക്ക് അറിയത്തില്ലേ, ഇതുപോലെ വാട്സപ്പുകളും വീഡിയോസും ഒക്കെ പ്രചരിക്കുന്ന ഒരു സമയമാണ്. എവിടെ നിന്ന് എന്തെങ്കിലും പറയാൻ 100 വട്ടം ആലോചിക്കണം. ഇത് വായി തോന്നിയ മുഴുവൻ വിളിച്ചു പറഞ്ഞ് ഇത്രയും മനുഷ്യരെ മുഴുവൻ വഴിതെറ്റിച്ച്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാത്താൻ ഇവരൊക്കെ തന്നെയാണ് ഈ സാത്താൻ എന്ന് പറയുന്ന സാധനം. പ്രത്യേകിച്ച് പുള്ളിക്കാരൻ ലൂസിഫറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊന്നും വരേണ്ട ആവശ്യമില്ല, ഇവരൊക്കെ തന്നെ മതി. അത്രയ്ക്കും ഉണ്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന, അല്ലെ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പറയും. മെയിനായിട്ട് എന്തോ പറഞ്ഞാലും എടുത്തവായ പറയുന്ന വർത്താനമാണ് സാത്താൻ. ഞാനൊരു 25 വർഷത്തിലധികമായി ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ കാണുന്ന ഒരു കാര്യമാണ്, 1 ജാതി സ്പിരിറ്റ്, 2 ഈ പറഞ്ഞ പോലെ പ്രവചനം എന്ന പേരിൽ നടക്കുന്ന കുറച്ച് വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ. ഞാനതിനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരോണം, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ആ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. നന്നായി സംസാരിക്കുന്ന, കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൽ ഇപ്പോൾ ഒരു 5% പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ളവരെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ട്
ക്യാഷിന് വേണ്ടി വായി തോന്നിയ ഒരു കറക്കിക്കുത്ത് ചെയ്ത മാതിരി പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യം, നമ്മുടെ വണ്ടി ഏതാണെന്നും വെളിപ്പെട്ടില്ല, ഒന്നും അറിയത്തില്ല. അവസാനം വണ്ടി കണ്ടു കഴിഞ്ഞപ്പോൾ പറയാം, വല്ലവൻ്റെയും വണ്ടിയായിട്ട് പറയണം, ഇനിയിപ്പോൾ പുതിയ വണ്ടി ഉണ്ടല്ലോ, അപ്പം ഇനി മാറേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇവൻ എന്തുവാണ് പ്രാർത്ഥിച്ചേ? ഞാനിപ്പം ആൾക്കാർ കേൾക്കും വിചാരിക്കും ഇവൻ എന്ന്. എടാ, ഒരു ഇതും ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ എന്നാ പറഞ്ഞ് വിളിക്കണ്ടേ? അത്രത്തോളമാണ് മനുഷ്യരെ പിടിച്ചു നിർത്തിയിട്ട് ദൈവവചനം എന്ന പേരിലും പ്രവചനം എന്ന പേരിലും ഇറങ്ങി വന്നിട്ട് ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ആശാരിപദേശിയുടെ മോൻ്റെ ഇത് കേട്ടപ്പം ഞാൻ വിചാരിച്ചു, ഇതുപോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയെങ്കിലും പെന്തക്കോസ്തുകാർ ദൈവത്തെ ഓർത്ത് ഈ കാശ് കൊടുത്തിട്ട് നിങ്ങളുടെ മക്കള് കല്യാണം നടന്നില്ല, മക്കള് അങ്ങനെ നടക്കുന്നു, മക്കൾക്ക് ജോലി ശരിയായില്ല, മറ്റേ ശരിയായില്ലെന്ന് പറഞ്ഞ് ഈ പറയുന്ന ആൾക്കാരെ വിളിച്ച് വീട്ടിൽ വരുത്തിയും സഭയ്ക്കകത്ത് വരുത്തിയും പ്രാർത്ഥന നടത്തിയും കുറെ കലാശക്കൂട്ടും നടത്തി കുറച്ച് പൈസ എടുത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ പാതി ദൈവം പാതി, നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടല്ലോ, ആ ദൈവത്തിൽ ആശ്രയിക്കുക, ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, കുട്ടികൾക്ക് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ ചെലുത്തുക. അല്ലാതെ വഴിയെ പോകുന്ന ആൾക്കാർ പറയുന്ന കേട്ടോണ്ട് ഈ പറയുന്ന എല്ലാം കേട്ട് വെറുതെ നിങ്ങളുടെ പൈസയും സമാധാനവും നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള എല്ലാം നശിച്ചു പോകത്തേ ഉള്ളൂ. അതേ ഉള്ളൂ എനിക്കിത് കേൾക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാൻ വേണ്ടി, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റിബൽ ആവാനോ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ കാണിക്കുന്നത് കാരണം ശരിയാണെങ്കിൽ ശരിയാണെന്ന്, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് സമ്മതിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ പിന്നെ അടച്ച് മിണ്ടാതിരിക്കണം, പറയുന്നവര് പറയട്ടെ എന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമാണ്, ദൈവം പ്രവർത്തിക്കുന്നു, ഒറ്റ ഒരുത്തൻ മിണ്ടാതിരിക്കത്തില്ലല്ലോ. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താ? എല്ലാവരും റിയാക്ട് ചെയ്യുന്നു, അവർക്കും കാശിന് വേണ്ടി റിയാക്ട് ചെയ്യുന്നു, ഓക്കെ. പക്ഷെ അങ്ങനെയുള്ളവരാണെങ്കിൽ മിണ്ടാതിരുന്ന് ദൈവം എന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് ബാക്കി തന്നെ ആരും പ്രാവർത്തികമാക്കാത്തെ. ഈ പറയുന്ന ആൾക്കാരെല്ലാം എഴുന്നേറ്റ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ട് മിണ്ടാതിരിക്കും? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകുന്നില്ല. അത് ചെയ്യുന്നുണ്ടോ? അത് ചെയ്യത്തുമില്ല. എല്ലാത്തിനും കസേര കളിക്കണം, അത് ചെയ്യണം, അധികാരം വേണം, മറ്റു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസ്റ്റ് ഗോളം എന്ന് പറയുന്നത് പണ്ടൊക്കെ ക്രിസ്തുവിന് വേണ്ടി നേടുവായിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് ക്രിസ്തുവിനെ കൊണ്ട് നേടുക എന്നുള്ള പരിപാടിയാണ്. എനിക്കറിയാം പല വീടുകളിൽ മാസത്തിലൊന്നും ഒക്കെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞ പൈസയ്ക്ക് വേണ്ടി മാത്രം വരുന്ന ആൾക്കാരാ. അല്ലാതെ ചുമ്മാ ഓരോന്നും വന്ന് വായി തോന്നി വിളിച്ച് പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. അവസാനം ആ വീട്ടിലിരിക്കുന്ന ഒരുപാട് ഭാരപ്പെടുന്ന ആൾക്കാരെ നമുക്കറിയാം. എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നേ? ഈ പേരം വല്ല കിളയ്ക്കാനും പോയിട്ട് പണിയുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പൈസ കിട്ടത്തില്ലേ? ഇമാതിരി ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നേ. മുഖത്ത് നോക്കി ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുക, ഇത് ശരിക്കും പറഞ്ഞ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. നമ്മൾ പെന്തക്കോസ്തുകാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ബൈബിളുണ്ട്, അല്ല ഞാനായാലും നിങ്ങളായാലും ബൈബിൾ വായിക്കുക, അതിലെ കാര്യങ്ങൾ അനുസരിക്കുക ആദ്യമേ, എന്നിട്ട് ബാക്കി ചെയ്യാൻ നോക്കുക. അത്രയുള്ള പറയുന്നത്. ഒരുപാട് സന്തോഷം. താങ്കളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഒരുപാട് ഇൻഫർമേറ്റീവായിട്ടും വളരെ ചിന്തിക്കാൻ പ്രാപ്തിയാക്കത്തക്ക രീതിയിൽ ആ സത്വം അല്ലെങ്കിൽ മറ്റേ ആള് അവരുടെ ഒക്കെ വീഡിയോസ്, നിങ്ങളുടെ ലൈവൊക്കെ നമ്മൾ കാണാറുണ്ട്, ഞാൻ കാണാറുണ്ട്. എനിക്ക് ആദ്യമൊക്കെ വളരെ ഷോക്കായിരുന്നെങ്കിലും പിന്നീട് എനിക്ക് സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് ശരിയാണല്ലോ. ചില കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാം. എന്നെ അംഗീകരിക്കാൻ പറ്റാത്തെന്ന് ചോദിച്ചാൽ ഞാൻ ആ വിശ്വാസത്തിൽ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് മറ്റേ ഡോക്ടർ പറഞ്ഞ മാതിരി, ജേക്കബ് എന്നല്ലേ, അദ്ദേഹം പറഞ്ഞ മാതിരി ഇപ്പോഴും പെന്തക്കോസ്തുകാരനായിട്ട് നിൽക്കുന്നത്, അദ്ദേഹം പറഞ്ഞ മാതിരി ഞാനിതിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരാളാണ്. പക്ഷെ ഇതിനകത്ത് കാണിക്കുന്ന കാര്യങ്ങൾ ക്രിട്ടിസൈസ് വിമർശിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങളിൽ ആകുമ്പം നാളെ എന്തെങ്കിലും ഒരു കാരണത്തിന് പുറത്ത് നിങ്ങൾക്കിത് 10 പേരുടെ മുന്നിൽ പറയാൻ പറ്റൂലോ, നിങ്ങൾക്ക് ആ ഓപ്പൺ ആയിട്ട് പറയാനുള്ള സാഹചര്യം ഉണ്ടല്ലോ എന്ന് ഓർത്താണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. ഇനി എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ളപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹമുണ്ട്. അപ്പം ശരി, ഗോഡ് ബ്ലസ് യു എന്ന് ഞാൻ പറയുന്നില്ല. നല്ലത് വരട്ടെ, എല്ലാം നന്നായി പോകട്ടെ. താങ്ക് യു. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ടൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. ആ ഒരു വ്യക്തി എന്ത് പറഞ്ഞോ അത് മാത്രം നിങ്ങൾ കേൾക്കുക. എന്തായാലും ഇതേപോലെയുള്ള ഓരോ വ്യക്തികളും അവരനുഭവിച്ച കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ തന്നെ അടക്കി ജീവിക്കാതെ മറ്റു മനുഷ്യർക്കും ഉപകാരം ഉണ്ടാകട്ടെ എന്ന് വെച്ച് ഇതേപോലെ ഷെയർ ചെയ്യുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ പേഴ്സൺ ഹു ഷെയർഡ് ദിസ് ആൻഡ് ഫോർ എവറിബഡി ഹു വാച്ച് ദിസ് വീഡിയോ.